ഭക്തർക്കായിട്ടുള്ള മഹാദേവ സന്ദേശം എന്താണെന്ന് നോക്കാം. ഈ സന്ദേശം പൂർണ്ണമായും കാണുക. ഭക്തരെ, നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിറയ്ക്കാൻ നാം ആഗ്രഹിക്കുന്നു. ജീവിതമാണ് സുഖദുഃഖ സമ്മിശ്രവും ജയപരാജയങ്ങൾ നിറഞ്ഞതുമാണ്. നിങ്ങളുടെ ചുറ്റിലുള്ളവർ എല്ലാവരും നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്ന വ്യക്തികളാകണമെന്നില്ല. ഈ ലോകത്തിൽ കുറേ ആളുകൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഉയർച്ചകളിലും സന്തോഷങ്ങളിലും അസൂയപ്പെടുന്നവരാണ്. നിങ്ങൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായതുകൊണ്ടു തന്നെ ഇത്തരം ആളുകളിൽ നിന്ന്, അവരുടെ ദുഷ്പ്രവർത്തികളിൽ നിന്നും നാം സദാ നിങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കും. ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന സങ്കടങ്ങൾ എല്ലാം താൽക്കാലികമാണ്. അതെല്ലാം മാറി നിങ്ങളുടെ വസതിയിൽ എപ്പോഴും സന്തോഷവും സമാധാനവും നിറയുന്നതായിരിക്കും. നിങ്ങളുടെ കർമ്മഫലത്താൽ ധനത്തിനുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഉടൻ തന്നെ ഇല്ലാതാകുന്നതായിരിക്കും. നിങ്ങളുടെ പതനം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ കർമ്മഫലം അനുസരിച്ചിട്ടുള്ള വിധി അനുഭവിക്കേണ്ടി വരും. ഭക്തർ അത്തരം ആളുകളെ ഓർത്ത് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. നാം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതിനാൽ അവരുടെ ദുഷ്പ്രവർത്തികൾ ഒരിക്കലും നിങ്ങളെ ബാധിക്കില്ല. നിങ്ങളുടെ നിർമ്മലമായ ഭക്തിയിൽ നാം സന്തോഷവാനാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ സന്താനങ്ങളുടെ ജീവിതവും സന്തോഷമായി തന്നെ മുന്നോട്ടു പോകും. അവരെക്കുറിച്ചോർത്ത് ഭക്തർ ഒരിക്കലും വിഷമിക്കാതിരിക്കുക. നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് അടുത്തുള്ളവർ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ചിരിച്ചുകൊണ്ട് മറഞ്ഞിരിക്കുന്ന ശത്രുവിനെ പലപ്പോഴും അറിയാതെ പോകുന്നു. പലർക്കും സ്വന്തം മക്കളിൽ നിന്ന് തന്നെ ദുരനുഭവം ഉണ്ടാകുന്നതായി നാം മനസ്സിലാക്കുന്നു. അവരുടെ ഓരോ വാക്കുകളും നിങ്ങളിൽ കഠിനമായ ദുഃഖമുണ്ടാക്കുന്നു. ശാന്തമായിരിക്കുക. അവരിപ്പോൾ ദുഷ്ടശക്തികളുടെ വലയത്തിലാണ്. നിങ്ങളുടെ പ്രാർത്ഥന പ്രകാരം അവർ അതിൽ നിന്ന് മോചിതരാകും. മനസ്സ് വിഷമിക്കുന്ന സാഹചര്യങ്ങളിൽ ഓം നമഃശിവായ മന്ത്രം ഉരുവിടേണ്ടതാണ്. നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമാകുന്നതായിരിക്കും. എല്ലാ ഭക്തരും സന്തോഷമായിട്ടിരിക്കുക. ഓം നമഃശിവായ.